ഇന്ന് പകൽ നമ്മുടെ വിശ്വാസമാണ് എല്ലാറ്റിനും ആധാരമായിരിക്കുന്നത്. വിശ്വാസിയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ രണ്ട് കാര്യമുണ്ട്. സ്തോത്രം. ഒന്ന് നമ്മുടെ ആത്മാവ്, രണ്ട് നമ്മുടെ ജഡം. ഇത് രണ്ടും എപ്പോഴും പോരാട്ടത്തിലാണ്. സ്തോത്രം. ജഡം പറയും ഞാൻ പറയും നടക്കണം. സ്തോത്രം. ആത്മാവ് പറയില്ല ഞാൻ പറയും നടന്നാൽ നിന്റെ ജീവിതത്തിൽ ജയമായിട്ട് മാറും. ഹല്ലേലൂയ. വലിയ ദൈവ സാന്നിധ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഇന്ന് പകൽ എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഭാഗ്യ പദവിയെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. പ്രത്യേകാല് ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യനായിരിക്കുന്ന നിങ്ങളുടെ വിലപ്പെട്ട പാസ്റ്റർ, അതുപോലെ പ്രിയ എൻ്റെ ബ്രദർ മകൻ ക്രിസ്റ്റി, അതുപോലെ എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ബഹുമാന്യ കർത്തദാസിക്കും കുടുംബത്തിനും ക്രിസ്തുയേശു നാമത്തിൽ എൻ്റെ വന്ദനത്തെ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവ സാന്നിധ്യം ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വലിയവ ചെയ്യുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം നമ്മോട് സംസാരിക്കുന്ന ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിൽ വിടുതലായിട്ട് മാറും. ഓരോ വാക്കുകളും ദൈവപ്രവൃത്തിയായിട്ട് തീരുവാനിടയായിത്തീരും. അത് വിശ്വസിക്കുന്ന ദൈവമൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയം കളയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. സ്തോത്രം. ോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. നമുക്കറിയാം 2-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ 4 പേരൊരു മനുഷ്യനെ ചുമന്നുകൊണ്ട് യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. എൻ്റെ കർത്താവ് പറയുന്ന അവരുടെ വിശ്വാസം കണ്ടിട്ട്, ചുമന്നുകൊണ്ട് വന്ന 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് ആ മനുഷ്യനെ കർത്താവ് എന്ത് ചെയ്തു? സൗഖ്യമാക്കുന്നു. എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുവാൻ തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി. ഇന്ന് പകൽ നമ്മുടെ വിശ്വാസമാണ് എല്ലാറ്റിനും ആധാരമായിരിക്കുന്നത്. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലേ, സഭയിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. പാസ്റ്റർ എന്തെങ്കിലും കഠിനമായിട്ടൊന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല. സ്തോത്രം അല്ലേ. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ, നമ്മുടെ വിശ്വാസിയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ 2 കാര്യമുണ്ട്. സ്തോത്രം. ഒന്ന് നമ്മുടെ ആത്മാവ്, രണ്ട് നമ്മുടെ ജഡം. ഇത് രണ്ടും എപ്പോഴും പോരാട്ടത്തിലാണ്. സ്തോത്രം. ജഡം പറയും ഞാൻ പറയും നടക്കണം. സ്തോത്രം. ആത്മാവ് പറയില്ല ഞാൻ പറയും നടന്നാൽ നിന്റെ ജീവിതത്തിൽ ജയമായിട്ട് മാറും. ഇതിലേതിനെ നമ്മൾ ജയിക്കുന്നുവോ സ്തോത്രം, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകുന്നു. സ്തോത്രം. ആത്മാവ് ജയിച്ചാൽ എന്ത് ചെയ്യും? സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ആരെന്ത് പറഞ്ഞാലും നമുക്ക് വിഷയമല്ല. സ്തോത്രം പറയും. ആരെന്ത് വഴി പറഞ്ഞാലും സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരും. അത് കുടുംബത്തിലായാലും സഭയിലായാലും. സ്തോത്രം. ഇന്ന് പല ഞാനിവിടെ വന്നപ്പോൾ ദൈവ ആത്മാവിനോട് ഇങ്ങനെ ഇടപെട്ടു. സ്തോത്രം. ആദ്യം ഒരു സെക്ഷൻ സ്തോത്രം ചിലർ സ്തോത്രം വർഷിപ്പ് ലീഡ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത ആൾക്ക് സ്ഥാനം മാറിക്കൊടുത്തു. സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് ഹൃദ്യമായിട്ട് സംസാരിച്ചു. സ്തോത്രം. വലിയ അടുത്തൊരാൾക്കൂടെ സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. സ്തോത്രം. അത് ആത്മാവുണ്ടെങ്കിലേ നടക്കുള്ളൂ. സ്തോത്രം. പകുതിയാവുമ്പോൾ നിർത്തിയിട്ട് അടുത്ത ആളുകൾക്ക് അടുത്ത വർഷിപ്പിന് സമയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് ജയമെടുക്കുമെങ്കിലേ സ്തോത്രം നമ്മുടെ സീറ്റ് അടുത്ത ഒരാൾക്ക് വീണ്ടും വീണ്ടും വിട്ടുകൊടുക്കാനായിട്ട് മറ്റുള്ളവരെ വീണ്ടും വീണ്ടും സ്നേഹിപ്പാനായിട്ട് ഇടയായി തീരണമെങ്കിൽ സ്തോത്രം ആത്മാവ് ജയിപ്പാനിടയാകണം. സ്തോത്രം.
അതിന് നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. സ്തോത്രം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ അഭിഷേകവും വർദ്ധിപ്പാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് നമുക്കറിയാം, കർത്താവ് 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരും. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വിശ്വാസി വിദേശത്ത് ഗൾഫിൽ ഉണ്ട്. സ്തോത്രം. അധികമായാലും വിശ്വാസത്തിലേക്ക് വന്നിട്ട് അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ സ്തോത്രം എൻ്റെ റൂമിൽ താമസിക്കുന്ന സഹോദരി, സ്തോത്രം, അവൾ മറ്റൊരു വിശ്വാസത്തിൽ ഉള്ളവളാണ്. സ്തോത്രം. അതുകൊണ്ട് അവിടെ സ്തോത്രം ആ ഒരു സംഭവം ഞങ്ങളുടെ മുറിക്കകത്ത് നടക്കുന്നുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആത്മീകമായിട്ട് ഉണരാൻ പറ്റുന്നില്ല. എനിക്കൊരു വലിയ പ്രയാസമാണ് പാസ്റ്റർ. അതുകൊണ്ട് അതിനൊരു മാറ്റം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ശക്തമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇവിടുത്തെ സൗകര്യം പോരെന്ന് പറഞ്ഞ് റൂം മാറി. സ്തോത്രം. നിസ്സാര കാര്യമാണ്. നിസ്സാര ഒരു വിഷയത്തിന് പോലും പ്രാർത്ഥിച്ചാൽ കർത്താവ് മറുപടി തരുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് പകലിൽ നമ്മുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പോകുക. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുവോ ഇതിന്റെ വിഷയത്തിന്റെ മേലെ സ്തോത്രം ഇന്ന് പകലിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുക. സ്തോത്രം. പക്ഷവാത രോഗി, എഴുന്നേറ്റ് നടക്കാത്തൊരു മനുഷ്യൻ, കിടക്കയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, സ്തോത്രം, അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുവാൻ ഇടയായെങ്കിൽ നാളുകളായിട്ട് മറുപടിയില്ലാതെ നാളുകളായിട്ടൊരു വിടുതലില്ലാതെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വിശ്വസിച്ചോ, വിശ്വാസം വർദ്ധിപ്പിച്ചോ, ഇന്ന് പകലിൽ ആ വിഷയത്തിന് മറുപടിയാണെന്ന് കർത്താവ് പറയുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. 12 സംവത്സരമായിട്ട് രക്തസ്രവ നിമിത്തം ഒരു സഹോദരി ഭാരപ്പെടുകയാണ്. അവിടെ വസ്തുവകളെല്ലാം വിറ്റ് ചികിത്സിച്ചു, മാറി അനേക വൈദ്യന്മാരെ കണ്ടു. പക്ഷെ ഒരു മാറ്റവുമില്ലാതെ ഓരോ ദിവസം ചെല്ലുന്തോറും അവൾ അർദ്ധപ്രാണയായി മരണത്തോട് മല്ലടിച്ച് സദർ കിടക്കയിലായിരിക്കുമ്പോഴാണ് യേശു വരുന്നുണ്ടെന്ന് കേട്ടത്. സ്തോത്രം. അറിയത്തില്ല, യേശുവിനെ അറിയത്തില്ല, യേശുവിനെ കണ്ടിട്ടില്ല, പക്ഷേ അവിടെ കേട്ടു യേശു വരുന്നെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, പലരും പറഞ്ഞു കാണും വയ്യാത്തതാണ്, പോകണ്ട, ഇത്രയും ക്ഷീണമാണ്, അവിടെ ഭയങ്കര തിരക്കാണ്, തിക്കും തിരക്കുമാണ്, അതുകൊണ്ട് നീ അതിനിടയ്ക്ക് പോയാൽ സ്തോത്രം ഒരുപക്ഷെ തിരിച്ചു വരാൻ പറ്റുകയില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ കയറി കിടക്കാനായിട്ട് വീട്ടുകാർ പറഞ്ഞു കാണും. പക്ഷേ അവിടെ വിശ്വാസം, യേശുവിനെ ഒന്ന് കണ്ട് അവനെ ഒന്ന് തൊടുവാൻ ഇടയായി തീർന്നാൽ എനിക്കും ഒരു വിടുതൽ കിട്ടുമെന്നുള്ള വിശ്വസിച്ച് തിക്കിലും തിരക്കിലും വകവയ്ക്കാതെ യേശുവിനെ തൊടാൻ പറ്റില്ല. പക്ഷെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുവാനിടയായപ്പോൾ 12 വർഷമായി അവൾ അനുഭവിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലത്ര പേര് വിശ്വസിക്കുന്നുണ്ട്. സ്തോത്ര. വൈദ്യന്മാരാൽ കഴിയാത്തത്, സ്തോത്രം, വൈദ്യന്മാർക്ക് ചികിത്സയ്ക്ക് കഴിയാത്തത്, ചികിത്സ പരാജയപ്പെട്ടു, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടിട്ടും നാളുകളായിട്ട് കൊണ്ട് നടക്കുന്ന വിഷയത്തിന് മേല് മറുപടി തരുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ഗ്ലോറി ടു ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. രോഗത്തിന് മാത്രമല്ല സ്തോത്രം, അവൻ മരണത്തെ ജയിച്ച ജയാളിയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പള്ളിപ്രമാണിയുടെ മകളും ദീനമായി കിടന്നപ്പം യേശുവിനെ വിളിക്കാൻ വന്നതാ. സ്തോത്രം. യേശുവിനെ വിളിച്ചോണ്ട് പോകുന്ന വഴിക്കാണ് സ്തോത്രം ഈ 12 സംവത്സരമായ സ്തോത്രം രക്തസ്രവക്കാരിയെ കണ്ടത്. അവിടെ സമയം ചെലവഴിച്ച് അവളെ പ്രാർത്ഥിച്ച് അവളെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പം സ്തോത്രം പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആള് വന്നു. സ്തോത്രം. ഇനി കർത്താവിനെ അസഹ്യപ്പെടുത്തണ്ട. സ്തോത്രം. അവള് മരിച്ചുപോയി. സ്തോത്രം. അതുകൊണ്ട് ഇനി കർത്താവിനെ വിളിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സ്തോത്രം, യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കുന്നു, നീ വിശ്വസിക്കും മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ ചെന്ന് സ്തോത്രം പള്ളിപ്രമാണിയുടെ മകളോട് എഴുന്നേൽക്കാൻ കൽപ്പിച്ചപ്പോൾ അവൾ ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കുവാനിടയായി. സ്തോത്രം. ആത്മാവിനൊന്ന് ചിന്തിച്ചേ. സ്തോത്രം. ഇന്ന് പകലില് ലോകം നമ്മളോട് വിധി എഴുതി നീ രക്ഷപ്പെടത്തില്ലെന്ന്.
ഇനി സ്വന്തം നീ മുമ്പോട്ട് പോകത്തില്ലെന്ന്, എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, ഇനി ഒരു രക്ഷയുമില്ലെന്ന് ലോകം മുഴുവൻ വിധി എഴുതിയ സ്ഥാനത്ത് ഇന്ന് പകൽ യേശു പറയുകയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞ് സ്തോത്രം വിഷയത്തിന് മേൽ മറുപടി തരുവാൻ, മരിച്ചവനെ ഉയർപ്പിച്ച് കരങ്ങളിൽ കൊടുക്കുവാൻ കഴിയുന്ന ദൈവം ഇന്ന് പകലില് സ്തോത്രം ലോകം വിധി എഴുതട്ടെ, സകലരും വിധി എഴുതട്ടെ, പക്ഷേ നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ മുൻപോട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി, നിന്നെ ഉയർത്തുവാൻ വേണ്ടി എന്റെ ദൈവം വന്നിട്ടുണ്ട്. അവൻ ശക്തനാണ്. ഇന്ന് നിന്റെ വിഷയത്തിന് മറുപടിയുണ്ട്. യേശു കർത്താവിന്റെ നാമത്തില് ഇന്ന് പലവും ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കനാന്യ സ്ത്രീ വന്നിട്ട് പറഞ്ഞു അവിടെ മകൾക്ക് ഭൂതോപദ്രവം ബാധിച്ച് കഷ്ടപ്പെടുകയാണ്. സ്തോത്രം. കർത്താവേ സ്തോത്രം അവളെ സൗഖ്യമാക്കണം. സ്തോത്രം. യേശു പറഞ്ഞു, നായ്ക്കുട്ടികൾക്ക് മക്കളുടെ അപ്പം എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മളോടാണെങ്കിൽ എന്ത് ചെയ്തേനെ? സ്തോത്രം. ആ നിമിഷം തന്നെ സ്തോത്രം വിളിച്ച പേരും അല്ലേ, എന്നെ നായ്ക്കുട്ടി എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് പരാതിയും പറഞ്ഞ് സ്തോത്രം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ട് നമ്മൾ തിരിച്ചു പോയതിന്. സ്തോത്രം. പക്ഷെ അവൾ പോയില്ല. സ്തോത്രം. അവൾ പുറകെ നടന്ന് കരഞ്ഞു. സ്തോത്രം. അവിടെ വിശ്വാസം കണ്ടിട്ട് ദൈവമക്കളുടെ ഇടയിൽ പോലും ഇത്ര വലിയ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് കർത്താവ് എന്ത് ചെയ്തു? നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ നാഴികയിൽ അവിടെ മകൾക്ക് സൗഖ്യം വരുവാനിടയായി. സ്തോത്രം. ദൈവാത്മാവിനോട് പറഞ്ഞു, നിന്റെ കുടുംബത്തിനകത്ത് സ്തോത്രം ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. സ്തോത്രം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവർത്തിന്റെ ഭവനത്തിനകത്ത്, തലമുറയ്ക്കകത്ത്, മാതാപിതാക്കളുടെ ഇടയിൽ, നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പക്ഷേ ഒരൊറ്റ കാര്യമേ കർത്താവ് പറയുന്നുള്ളൂ, നിന്റെ വിശ്വാസം ഇന്ന് പകലിൽ വർദ്ധിക്കണം. സ്തോത്രം. നിന്റെ അഭിഷേകം വർദ്ധിപ്പാനിടയായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര് ആദ്യകാലങ്ങൾ അവർക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു. സ്തോത്രം. അല്ലേ? രോഗികളെ കൊണ്ടുവന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതവും. സ്തോത്രം. ചന്ദ്രരോഗം പിടിച്ച മകനെ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ചു. എല്ലാ രീതിയിലും മാറി മാറി ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, ഒരു വിടുതലും ഉണ്ടായില്ല. സ്തോത്രം. യേശു കടന്നു പ്രാർത്ഥിച്ചപ്പോൾ അവനെ കർത്താവ് സൗഖ്യമാക്കി. സ്തോത്രം. അപ്പം ശിഷ്യന്മാർ ചോദിച്ചു, എന്താ കർത്താവ് ഞങ്ങൾക്ക് ഇതിന് കഴിയാഞ്ഞത്? സ്തോത്രം. കർത്താവ്, നിങ്ങളുടെ അല്പവിശ്വാസമാണെന്ന് പറഞ്ഞു. സ്തോത്രം. നിങ്ങളുടെ വിശ്വാസം ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് തിരുവഴുത്ത് വായിച്ച നമുക്കറിയാം, പല പ്രാവശ്യം ആവർത്തിച്ച് കർത്താവ് ശിഷ്യന്മാരെ ശാസിപ്പാനിടയായി. സ്തോത്രം. ശാസന കേൾക്കുന്നത് നല്ലതാണ്. സ്തോത്രം. അല്ലേ? സ്തോത്രം. ശാസന കേട്ടപ്പം ശിഷ്യന്മാരുടെ വിശ്വാസം പാറ പോലെ ഉറപ്പായി തീർന്നെന്നാണ് പറയുന്നത്. സ്തോത്രം. പുറകോട്ട് പോയില്ല, അവര് ക്ഷീണിച്ചും തളർന്നും പോയില്ല. അവരുടെ വിശ്വാസം പാറ പോലെ ഉറപ്പുള്ളതായിട്ട് മാറുവാനായിട്ട് ഇടയായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിനോട് ചോദിച്ച പത്രോസ് പറയും, എൻ്റെ വിശ്വാസം ഉറപ്പായപ്പോൾ എൻ്റെ അഭിഷേകം 10 മടങ്ങായിട്ട് ഇപ്പോൾ വർദ്ധിപ്പാനിടയായി. സ്തോത്രം. നടന്നു പോകുന്ന വഴിക്ക് ഒരു മനുഷ്യൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ, നരിയാണി ഉറക്കാത്ത, എഴുന്നേറ്റ് നടക്കാത്ത ഒരു മനുഷ്യൻ അവിടെ വഴിയരികിൽ ആരോ കൊണ്ടുവന്നിരുത്തി ഭിക്ഷയാചിപ്പാനിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് അവനെ സൂക്ഷിച്ചു നോക്കി. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞറിയാം, ഞാൻ എന്നെ നോക്കണ്ട. സ്തോത്രം. എന്നെ നോക്കിയിട്ടല്ല. സ്തോത്രം. പത്രോസും സ്തോത്രം യോഹന്നാനൊക്കെ പറയണേ, എന്നെ നോക്ക്, ഞങ്ങളെ നോക്ക്. സ്തോത്രം. പക്ഷെ നീ ഉദ്ദേശിക്കുന്ന പോലെ നിനക്ക് തരാൻ വെള്ളി നാണയം പൊന്നാണയം ഒന്നും ഞങ്ങളുടെ പക്കലില്ല. പക്ഷേ ഞങ്ങളുടെ അഭിഷേകത്തെ ഞങ്ങൾ പറയാം, ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ പറയാം. സ്തോത്രം. എഴുന്നേറ്റ് നടക്കാം. യേശു കർത്താവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി അവരോടൊപ്പം ആലയത്തിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലില് സ്തോത്രം ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. പത്രോസിന്റെ നിഴലിന് പോലും സ്തോത്രം
അവകാശക്കാർ അനേകര് ആഗ്രഹത്തോടെ എഴുന്നേൽക്കുവാനിടയായി. പത്രോസ് തൊട്ടില്ലെങ്കിലും പത്രോസിന്റെ നിഴലൊന്ന് അടിച്ചാൽ മതി, എൻ്റെ സ്വതം രോഗം മാറും, എനിക്കൊരു വിടുതൽ കിട്ടുമെന്ന് വിശ്വസിച്ച അനേകര് പത്രോസ് കടന്നു പോകുമ്പോൾ നിഴലടിക്കാൻ വേണ്ടി രോഗികളെ കൊണ്ടുവന്ന് വഴിയരിൽ കിടത്തുമെന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ഇന്നുപോലെ പരിശുദ്ധാത്മ നമ്മോട് പറയുന്നു സ്തോത്രം, ആ ഒരു അനുഭവത്തിലേക്കൊന്ന് വരുവാൻ. സ്തോത്രം. കർത്താവിദാസൻ ലൂക്കോസിന്റെ സുവിശേഷം സ്വതന്ത്രം വാക്യം പ്രാരംഭമായിട്ട് ഓർപ്പിച്ചല്ലോ പ്രാർത്ഥനയെക്കുറിച്ച്. സ്തോത്രം. പ്രൈസലോ. സക്കരിയാവ് വളരെ നാളുകൾ പ്രാർത്ഥിച്ചതാണ്. ഞാൻ പുസ്തകത്തിൽ വായിച്ചപ്പോൾ 20 വയസ്സിൽ തുടങ്ങിയതാണ്. എന്താ അറിയോ? പ്രാർത്ഥന, ഒരു തലമുറയെ തരാൻ വേണ്ടി. സ്തോത്രം. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് കൊണ്ട് ഒരു തലമുറയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിപ്പനിടയായി. ഏതാണ്ട് ഒരു 10-20 വർഷത്തോളം പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല. സ്തോത്രം. സ്തോത്രം. ഒരു 40 വയസ്സായപ്പോഴത്തേക്ക് നിർത്തി പ്രാർത്ഥന. സ്തോത്രം. മടുത്തു. ഇനി ലഭിക്കാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചു പ്രാർത്ഥനയൊക്കെ നിർത്തി. സ്തോത്രം. വിശ്വാസമൊക്കെ സ്തോത്രം അതിൽ നിന്ന് നഷ്ടപ്പെട്ട് ഇനി ഒരു തലമുറ ലഭിക്കത്തില്ലെന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ദൂതൻ വരുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മറന്നാലും, നമ്മൾ ഉപേക്ഷിച്ചാലും, നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാലും നാളുകൾക്ക് മുമ്പ് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ദൈവം നീ മറന്നാലും നിന്റെ പ്രാർത്ഥന മറക്കാത്ത, നിന്റെ കണ്ണുനീര് കണ്ടിട്ട് കാണാതെ പോകുന്ന ദൈവമല്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുമായിട്ട് ദൂതനെ അയച്ച് സക്കരിയാവിനോട് പറയുകയാണ്, നിനക്കൊരു മകൻ തരാൻ പോകുക. സ്തോത്രം. വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പ്രാർത്ഥിച്ച് മടുത്തുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ മടുത്തു പോയിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നമ്മൾ നിർത്തിയാലും, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു കർത്താവ് ഇന്ന് പകലുണ്ട്. കഴിഞ്ഞ നാളുകളിൽ കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തരാൻ പോകുക ഇന്ന് പകലിൽ. സ്തോത്രം. ഹല്ലേലൂയ. 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 അനേക കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് എനിക്ക്. സ്തോത്രം. ഇന്ന് പകൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനോട് വന്നിട്ടുണ്ട്. സ്തോത്രം. സ്തോത്ര. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി സ്തോത്ര കർത്താവ് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ സകല വിഷയത്തിന് മേൽ മറുപടി തരുവാനായിട്ട് എൻ്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പം 9-ാം അധ്യായം വായിക്കുമ്പം സ്തോത്രം 32-ാമത്തെ വാക്യത്തിൽ സ്തോത്രം, വിശുദ്ധന്മാരെ കാണുവാനായിട്ട് പത്രോസ് കടന്നു ചെന്നപ്പോൾ സ്തോത്രം വിശുദ്ധന്മാരുടെ ഇടയിൽ ഐനിയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തളർവാദം പിടിച്ച് കിടപ്പിലാണ്. സ്തോത്രം. സ്തോത്രം. പത്രോസ് മനുഷ്യനോട് പറഞ്ഞു, ഐനിയാസേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് സ്വന്തം കിടക്ക വിരിക്കുക എന്ന് പറഞ്ഞ നിമിഷം ആ മനുഷ്യൻ എഴുന്നേറ്റ് കിടക്ക വിരിപ്പാനായിട്ടിടയായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം അതേ അധ്യായത്തിൽ തന്നെ സ്വതന്റെ 34-36 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ സ്തോത്രം തബിത എന്ന് പറയുന്ന ഒരു സ്വന്തം സഹോദരി. സ്തോത്രം. അനേകർക്ക് പ്രയോജനമുള്ളവളായിരുന്നു. അവളെ കുറിച്ച് പറഞ്ഞേക്കുന്നത് നല്ലൊരു ശിഷ്യയായിരുന്നു അവൾ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നല്ലൊരു ശിഷ്യയായിട്ട് സ്തോത്രം നല്ല ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആ സഹോദരി സ്തോത്രം പെട്ടെന്ന് രോഗം പിടിപെട്ട് മരിക്കുവാനായിട്ടിടയായി. പത്രോസ് അടുത്തോണ്ടെന്ന് അറിഞ്ഞിട്ട് പത്രോസിനെ എന്ത് ചെയ്ത് ആള് വിട്ട് വിളിപ്പിച്ചു. പത്രോസ് അവിടെ കടന്നു ചെന്ന് സ്തോത്രം എല്ലാവരെയും പുറത്താക്കിയിട്ട് സ്തോത്രം മുറിയിൽ കയറി അവളെ കുളിപ്പിച്ച് സ്തോത്രം ഒരുക്കി കടത്തിയിരിക്കുകയാണ്. ഇനിയൊരു അവസാന ശുശ്രൂഷ കൊടുത്ത് യാത്ര അയക്കുവാനായിട്ട് എല്ലാം ഒരുക്കി കടത്തിയിരിക്കുകയാണ്. പക്ഷേ പത്രോസ് അവിടെ കയറി ചെന്ന് മുട്ടുകുത്തി സ്തോത്രം അവൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. ഒരൊറ്റ വാക്ക് പറഞ്ഞുള്ളൂ. സ്തോത്രം. തബീത കൂമി. സ്തോത്രം. തബീത എഴുന്നേൽക്കാൻ പറഞ്ഞ ഒരൊറ്റ വാക്ക് കേട്ടപ്പോൾ തബീത എഴുന്നേൽക്കുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് പകലൊന്ന് ചിന്തിച്ച് പത്രോസിന്റെ വിശ്വാസം എത്ര വലിയതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പകൽ നമ്മുടെയൊക്കെ സ്തോത്രം കുഴപ്പമെന്ന് അറിയാം. നമുക്ക് സ്തോത്രം എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഒരു അവിശ്വാസം നിൽക്കുക. സ്തോത്രം. അല്ലേ?
നമ്മുടെ ഏത് വിഷയത്തിന് മേൽ പ്രാർത്ഥിച്ചാലും നമുക്കിതുപോലൊരു വിശ്വാസമുണ്ടോ? സ്തോത്രം. നമ്മുടെ വിഷയത്തിന് മേൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു മറുപടി ലഭിച്ചെന്ന് എത്ര പേര് വിശ്വസിച്ച് പ്രാർത്ഥിക്കും? പ്രൈസ് ദി ലോർഡ്. എൻ്റെ വിശ്വാസം എന്താണോ അതാ നടക്കുന്നത്. സ്തോത്രം. എൻ്റെ വിശ്വാസം എന്താണോ അങ്ങനെ തന്നെ സംഭവിക്കാനായിട്ടിടയായിത്തീരും. പൗലോസൊക്കെ യാത്ര ചെയ്ത് കടന്നു പോകുമ്പോൾ സ്തോത്രം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പം സ്തോത്രം പൗലോസിനെ കുറിച്ച് പറയുന്നത്, പൗലോസ് ശൗൽ എന്ന പേരിൽ ക്രിസ്ത്യാനികളെ മുടിപ്പിക്കുവാൻ, കൊന്നുമുടിക്കുവാൻ, അവരെ ജയിലിലടയ്ക്കുവാൻ, അവരെ ഉപദ്രവിക്കുവാനായിട്ട് സ്തോത്ര കച്ചകെട്ടി ഇറങ്ങിയ ഒരു മനുഷ്യനാണ്. സ്തോത്രം. ആ മനുഷ്യനെ ദൈവം സന്ദർശിച്ചു. ദൈവജനത്തിന് വലിയ പ്രതികൂലം നിറഞ്ഞ, ദൈവദാസന്മാർക്ക് വലിയ പ്രതിസന്ധിയുള്ള, വലിയ വെല്ലുവിളിയുള്ള ഒരു കാലഘട്ടത്തിൽ സ്തോത്രം ഏത് വെല്ലുവിളിയെയും സ്തോത്രം തരണം ചെയ്തുകൊണ്ടാണ് തബീതയുടെ വീട്ടിലേക്ക് കടന്നു പോകുവാനിട്ടിടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊന്നും കണ്ട് പേടിക്കുന്നവരല്ല. സ്തോത്രം. അകത്ത് ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ, അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ ഒന്നിനെ നമ്മൾ ഭയപ്പെടുകയില്ല. ഏത് വെല്ലുവിളിയും നേരിടുവാനായിട്ട് ദൈവജനം തയ്യാറാകുവാനിടയായിത്തീരും. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പം ഞാനും നിങ്ങൾ തളർന്നു പോകുവാനായിട്ട് ഇടയാകത്തില്ല. സ്തോത്രം. നിരാശ എന്ന് പറയുന്ന പിശാചിന്റെ തന്ത്രം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ വിശ്വാസം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മുടെ ഈ അഭിഷേകത്തെ ഓരോ ശുശ്രൂഷയിലും നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒന്നിനും നമ്മെ തകർക്കുവാനായിട്ട് സാധ്യമല്ല. സ്തോത്രം. ആ അഭിഷേകമുണ്ടെങ്കിൽ. സ്തോത്രം. പൗലോസ് എഫെസോസിൽ ചെന്നപ്പോഴത്തേന് ചോദിച്ചു. സ്തോത്രം. അവിടെ ചിലർ വിശ്വാസത്തിലേക്ക് വന്ന് ചിലരെ കണ്ടപ്പം അവരുമായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? സ്തോത്രം. ഹല്ലേലൂയ. അവർ കേട്ടപ്പോൾ തന്നെ അന്തം വിട്ടുപോയി. സ്തോത്രം. അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല, പിന്നെയല്ലേ അനുഭവിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല, ഇപ്പോഴാദ്യമായിട്ടാണ് കേൾക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പൗലോസ് അവരുടെ കൈവച്ചു. സ്തോത്രം. അവര് ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകം, ആത്മനിറവ് ലഭിക്കാത്ത, ആത്മശക്തി ലഭിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പറ, കർത്താവേ നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. നൗ സ്തോത്രം. റൈറ്റ് നൗ സ്തോത്രം. ഫിൽ വിത്ത് ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ തന്നെ കർത്താവേ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിപ്പാൻ ഹൃദയത്തിന്റെ അകത്തു നിന്നൊരു പ്രാർത്ഥന വറുത്തു വരുവാനായിട്ട് ഇടയാകട്ടെ. ദൈവം ആത്മാവിനെ നിറയ്ക്കുവാനിടയാകും. സ്തോത്രം. യെഹെസ്കേൽ പറഞ്ഞതുപോലെ 1000 മുഴ വളർന്നപ്പോൾ സ്തോത്രം വെള്ളം നരിയാണിയോളം എത്തി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തൃപ്തിയായില്ല അല്ലേ? അഭിഷേകം പ്രാപിച്ചാണ്. സ്തോത്രം. അന്യഭാഷം കിട്ടി. സ്തോത്രം. മതി. സ്തോത്രം. അത്രയും മതി. സ്തോത്രം. സാറ്റിസ്ഫൈഡ് ആണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ മനുഷ്യൻ പറയുകയാണ്, പോരാ. സ്തോത്രം. നരിയാണിയോളം പോരാ. സ്തോത്രം. ഒരു കാര്യം സ്തോത്രം. ഇന്നത്തെ സ്തോത്ര ഗായക സംഘത്തിന് സ്തോത്രം വളരെ താങ്ക്സ്. സ്തോത്രം. ഞാൻ ഇന്ന് വേർത്ത് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് എത്ര വേർത്ത് ആരാധിച്ച. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഭയങ്കര സ്തോത്രം. 11:45 നിർത്തവണ ഞാൻ പേടിച്ച സംസാരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മസാന്നിധ്യം അകത്ത് വരുമ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തീർച്ചയായിട്ടും സ്തോത്രം അത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തിന് എല്ലാ പുകഴ്ചയും കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഇന്ന് പകലില് സ്തോത്രം ഒരു നദി സ്തോത്ര ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് ഒരു നദി ഒഴുകുന്നത് യെഹെസ്കേലിനെ കാണിച്ചതുപോലെ സ്തോത്രം അത് ദേശാന്തരം പടരുന്നത്, ശക്തിയോടെ ഒഴുകുന്നത് കാണുവാനിടയായി. സ്തോത്രം. അത് ഒഴുകിയെടുത്തൊക്കെ സ്തോത്ര സകല സ്തോത്രം ജീവനില്ലാത്തത് ജീവൻ പ്രാപിപ്പാനിടയായി. സകല വൃക്ഷങ്ങളും അതത് സമയത്ത് അതതിന്റെ ഫലം കായ്പാനിടയായി. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന അനേക അനുഭവങ്ങൾ തിരുവഴുത്തിനകത്ത് നദിയെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം.
എല്ലാം വിശദീകരിക്കാൻ സമയമില്ലല്ലോ. സ്തോത്രം. ഇന്ന് പകലില് സ്തോത്രം ശകലം കൊണ്ട് ഒതുങ്ങരുത് കേട്ടോ. സ്തോത്രം. എന്തെങ്കിലും ലഭിച്ച ആത്മാവിന്റെ എന്തെങ്കിലും ഒരു അല്പം ലഭിച്ചെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തൃപ്തിപ്പെടാനായിട്ടല്ല. സ്തോത്രം. വീണ്ടും 1000 മുഴ വളർന്നു. വെള്ളം മുട്ടോളം എത്തി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടും മതിയായില്ല, അതുകൊണ്ടും തൃപ്തിയായില്ല. വീണ്ടും 1000 മുഴ വളർന്നു. അത് അരയോളം എത്തി. സ്തോത്രം. ഇപ്പോഴും മനുഷ്യൻ പോരെന്നാ പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ അത്യാഗ്രഹം ഉണ്ടാകുന്ന കുഴപ്പമില്ല, മറ്റൊന്നിനും അത്യാഗ്രഹം ഉണ്ടാകരുത്. മറ്റൊന്നിനോടും ഇതുപോലെ ആഗ്രഹമുണ്ട്. പക്ഷേ ആത്മസാന്നിധ്യത്തിനോട്, ആത്മാവിന്റെ നിറവിനോട് എത്ര അത്യാഗ്രഹം കാണിച്ചാലും ദൈവത്തിനൊരു കുഴപ്പമില്ല. ദൈവം സത്രം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തരുവാനിടയായിത്തീരും. മനുഷ്യൻ പറഞ്ഞു, പോര കർത്താവേ, ഇത് മതി, ഇത് പോര കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ നീ എന്നറിയാമോ? സ്തോത്രം. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരാനന്ദ നദിയിലേക്ക് ആ മനുഷ്യനെ കൊണ്ടെത്തിക്കുവാനിടയായി. നീന്തി തുടിച്ച് ദൈവത്തെ ആരാധിപ്പാനിടയായി. സ്തോത്രം. ഇന്നിപ്പോൾ നമുക്കൊരു അനുഭവം. സ്തോത്രം. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ആത്മസാന്നിധ്യം അനുഭവിപ്പാനിടയായി തീർന്നാൽ ഞാൻ പറയട്ടെ, രോഗികൾ സൗഖ്യമാകും. ഏത് രോഗമായാലും ആരാധനയുടെ മധ്യത്തിൽ സൗഖ്യമാകും. സ്തോത്രം. സ്തോത്രം. ഏത് വിഷയമായാലും ആരാധനയുടെ മധ്യത്തിൽ സ്തോത്രം വിടുതൽ നടക്കും. സ്തോത്രം. തിരുവഴുത്ത് പറഞ്ഞല്ലോ, എണ്ണി ഞാൻ പറഞ്ഞതിനാണ് ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് അതിനു വേണ്ടിയിട്ടാണ്. സ്തോത്രം. സ്തോത്ര പക്ഷവാത രോഗിയെ ചുമന്നുകൊണ്ട് വന്നവർ വിശ്വാസം കണ്ടിട്ട് നടത്തിയതും, സ്തോത്ര പള്ളി പ്രമാണിയുടെ മകളെ മരിച്ചുപോയിട്ടും ഉയർപ്പിച്ചതും, സ്തോത്ര 12 സംവത്സരമായി രക്തസ്രവക്കാരിയെ പൂർണ്ണ സൗഖ്യമാക്കിയതും, സ്തോത്രം കനാന്യ സ്ത്രീയുടെ മകളുടെ ഭൂതോപദ്രവത്തെ പൂർണ്ണമായി സൗഖ്യമാക്കിയതൊക്കെ സ്തോത്രം വിശ്വാസവും അഭിഷേകവും അവരുടെ മേൽ കണ്ടിട്ട് കർത്താവിന് തൃപ്തിയായിട്ടാണ് സ്തോത്രം കർത്താവിനെ സൗഖ്യമാക്കുവാനിടയായത്. സ്തോത്രം. ഇന്ന് പകൽ നമ്മൾ വന്നിരിക്കുന്നത് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിനെല്ലാം മഹത്വം കൊടുത്ത് ദൈവത്തെ തൃപ്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നാം ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നത്. സ്തോത്രം. എത്ര സ്തുതിച്ചാലും മതി വരാത്ത ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിൽക്കാൻ യോഗ്യത ഉണ്ടായിട്ടൊന്നുമല്ല ഇവിടെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാ. സ്തോത്രം. അല്ലേ പാടിയതുപോലെ തിരുകൃപയാണ്. ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ സ്തോത്രം കുടുംബ മഹിമ ഉണ്ടായിട്ടോ വേറെ ശ്രേഷ്ഠതയൊന്നും പറയാനുണ്ടായിട്ടല്ല. ദൈവത്തിന്റെ കൃപയാണ്, അഭിഷേകത്തിന്റെ ശക്തിയാണ് ഇവിടെ വരെ കൊണ്ടെത്തിക്കാൻ ഇടയായെങ്കിൽ ഇന്ന് പകലില് ആഗ്രഹിച്ചോ മുട്ടോളമല്ല അരയോളം പോരാ, നീന്തിയിട്ടല്ലാത്ത കടപ്പാൻ വഹിയാത്ത ഒരാത്മനദിയിൽ ദൈവമേ എന്നെ നീന്തി തുടിക്കുവാനും എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരുവാനും പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാനായിട്ട് ഇന്ന് പകലിന്റെ മേൽ അഭിഷേകം ഒഴുകണമെന്ന് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വെറുതെ വിളിച്ചു പറഞ്ഞല്ല, ഞാൻ അനുഭവിച്ചിട്ട് ഞാൻ പറയുന്നത്. ഞാൻ സ്തോത്രം വരുന്ന തീരുമാനിച്ച അന്ന് തൊട്ട് എനിക്ക് മേലായിരുന്നു. സ്തോത്രം. ഭയങ്കര സ്തോത്രം ചുമയും സ്തോത്രം മൂക്കടപ്പും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്തോത്രം. 2 ദിവസം ഭയങ്കര പ്രയാസം. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റി. ഇരുന്ന് കൂടുതൽ സമയം ദൈവത്തോട് സംസാരിപ്പാനിടയായി തീർന്നു, പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഞാൻ 28 വർഷമായിട്ടൊരു മെഡിസിൻ ഉപയോഗിക്കത്തില്ല. ആകപ്പാട് എടുത്തത് ഇവിടെ വരാനായിട്ട് സ്തോത്രം 2 വാക്സിൻ എടുത്തു. സ്തോത്രം. അതുകൊണ്ട് വിടുകയല്ലെന്ന് പറഞ്ഞുകൊണ്ട് വേറെ മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് എടുത്ത, വിശ്വാസം ഉണ്ടായിട്ട് പേടിയുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ സ്തോത്രം ഒത്തിരി കൊറോണ രോഗികളുടെ അടുത്ത് പോയിട്ടുണ്ട്. രോഗം പടർന്നു പിടിച്ച സമയത്ത് ഞാൻ ഒത്തിരി പേർക്ക് ഭക്ഷണം ഇല്ലാതെ, ആഹാരം ഇല്ലാതെ, മേടിക്കാൻ പുറത്ത് പോകാൻ ആരുമില്ലാതെ, ആരും കൊണ്ട് കൊടുക്കുക. ആദ്യ സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. വഴിയൊക്കെ അടച്ച് വേലി കെട്ടി പോലീസ് കാവലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ആരും വിടുകയല്ലേ. എനിക്ക് പ്രസിഡന്റ് കാർഡുണ്ട്, അതുപോലെ എനിക്ക് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാർഡുണ്ട്, പോലീസ് പ്രൊട്ടക്ഷനുള്ള ആളാണ് ഞാൻ. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ആ കാർഡ് കാണിച്ചാൽ മതി, എന്നെ ഒരു പോലീസുകാരൻ തടയുകയില്ല, എന്നെ ചെക്ക് ചെയ്യത്തില്ല, വണ്ടി ഓടിക്കുമ്പോൾ എന്നെ പിടിക്കുകയില്ല. സ്തോത്രം. അപ്പോൾ ആ കാർഡ് കാണിച്ച് ഞാൻ എന്ത് ചെയ്തു? സ്തോത്രം. എൻ്റെ വണ്ടിയിൽ ആഹാര സാധനങ്ങൾ കിറ്റാക്കി ഓരോ വീടുകളുടെ വാതിൽക്കെ കൊണ്ട് തിന്നെ കൊണ്ട് വെച്ചിട്ട് പോരും. സ്തോത്രം. എൻ്റെ ഭാര്യ പറയും, എൻ്റെ ഇളയ മോളുടെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരാൾക്ക് സ്തോത്രം 5 വയസ്സും ഒരാൾക്ക് സ്തോത്രം 3 വയസ്സും ഉള്ളൂ. സ്തോത്രം. കുഞ്ഞുങ്ങളുള്ളതാണെന്നുള്ള ഓർമ്മ വേണം. അതുകൊണ്ട് സ്തോത്രം പോയി നമുക്കിനി വന്നാൽ എന്ത് ചെയ്യും? കുഴപ്പമാകും. സ്തോത്രം. എനിക്കിതുവരെ വന്നില്ല. സ്തോത്രം. ഞാൻ പല രോഗികളെ അറിയാതെ കൈവച്ച് പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്നപ്പോൾ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ റിസൾട്ട് വന്നു, കൊറോണയാണ്. കൈവച്ച് പ്രാർത്ഥിച്ചതാണ്. തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ വരുമ്പം റിസൾട്ട് വന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്തോത്രം ഇതുവരെ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു കുഴപ്പവും വന്നിട്ടില്ല. സ്തോത്രം. കാരണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് സൗഖ്യദായകനാണ്.
ആ തീ എൻ്റെ മേൽ കത്തിക്കഴിഞ്ഞ ഒരു കൊറോണയുടെ ആത്മാവ് നമ്മുടെ മേൽ തൊടത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമീൻ. സ്തോത്രം. ദൈവത്തിന്റെ തീ കത്തിയാ പിന്നെ ഏതതിനകത്ത് കയറുന്നത്? സ്തോത്രം. ഒരു സൈന്യത്തിനും അല്ലേ അഗ്നി കൊണ്ട് ആമീൻ സ്തോത്ര പ്രവാചകന്റെ ആമീൻ മലയ്ക്ക് ചുറ്റും അഗ്നി കൊണ്ട് മതില് കെട്ടി സ്തോത്രം സൈന്യം വന്ന് അതിന്റെ പുറത്ത് നിന്നു. സ്തോത്രം. ഈ അഗ്നിയെ ഭേദിച്ച് അകത്ത് കിടക്കണമെങ്കിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇന്ന് പകലില് ആത്മസാന്നിധ്യം കൊണ്ട് നിറയുവാൻ സ്തോത്രം. ഇനിയും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളോട് കടന്നു പോകേണ്ടതാണ്. അതുകൊണ്ട് നിസ്സാരമായിട്ട് കാണരുത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്നോട് ഇത് ഇവിടെ പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാഴ്ച ഇരുന്ന് പ്രാർത്ഥിച്ച് വീണ്ടും വീണ്ടും വായിച്ചും പ്രാർത്ഥിച്ചും ആമേൻ ദൈവത്തോട് ചോദിച്ചിട്ട് ഞാനിവിടെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകലില് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള ദൂതായിട്ട് വിളിച്ചു പറയുകയാണ്. ആമേൻ സ്തോത്രം. ഇന്ന് പകലില് ആമേൻ നിന്റെ ആത്മാവിന്റെ ആമേൻ സാന്നിധ്യം നിന്റെ അകത്ത് വർദ്ധിക്കുവാനായിട്ട് പ്രാർത്ഥിക്ക്. ആമേൻ നിന്റെ അഭിഷേകം വർദ്ധിക്കുവാനായിട്ട് പ്രാർത്ഥിക്ക്. ആമേൻ നിന്റെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇന്ന് പകലിൽ പ്രാർത്ഥിപ്പാൻ ഇടയായി തീരട്ടെ. സ്തോത്രം. കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സ്വപ്നത്തിൽ ദൈവം പറഞ്ഞു. സ്തോത്ര. ആമേൻ ഇന്ന സ്ഥലത്ത് ഇന്നയാടെ വീട്ടിൽ പത്രോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. സ്തോത്രം. അവനെ ഇപ്പോൾ വിളിച്ചോണ്ട് വരാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ അഭിഷേകം ഉണ്ടെങ്കിൽ ശുശ്രൂഷ തേടി പോകണ്ട. സ്തോത്രം. മീറ്റിങ്ങിന് പോകണ്ട. സ്തോത്രം. നിന്നെ തേടി വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. എവിടെയൊക്കെ പോകണമോ അവിടുന്നൊക്കെ എന്ത് ചെയ്യും? തേടി വരും. നിന്നെ അന്വേഷിച്ച് വരുവാനായിട്ട് ദൈവത്തിനറിയാം. സ്തോത്രം. ആമീൻ സ്തോത്രം ചെയ്തു. ആമീൻ സ്തോത്രം. ആളെ അയച്ചു വിളിപ്പിച്ചു. സ്തോത്രം. വിളിക്കുന്നതിന് മുമ്പ് പത്രോസിനോട് പറഞ്ഞു, നീ പോകുന്നതിന് മുമ്പ് എവിടെയാ പോകുന്നതെന്നും ആ വഴി ഏതാന്നും ഒക്കെ പത്രോസിനോട് എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു കൊടുത്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോയി ആമീൻ സ്തോത്രം ജാതികളായിരിക്കുന്നവരോട് സുവിശേഷം പറയുവാനായിട്ട് ഇടയായി. ആമീൻ വചനം കേട്ട് എല്ലാവരുടെ മേലും ആത്മാവ് വന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ സ്തോത്രം. ഈ ഓരോ ബെഞ്ചുകളും നിറഞ്ഞ് കവിയണം. സ്തോത്രം. ഇതിനകത്ത് ആത്മാക്കളെ കൊണ്ട് നിറയണം. ആമീൻ ഇതിനകത്തു നിന്ന് ഒരു നദി, ആത്മനദി പൊട്ടി പുറപ്പെട്ട് പുറത്തോട്ട് ഒഴുകട്ടെ. സ്തോത്രം. ഈ ദേശത്ത് ആമീൻ സ്തോത്രം ഈ നദി ഒഴുകട്ടെ. അനേക ആമീൻ സ്തോത്രം ജീവനില്ലാത്തതും അനേക വിഷയങ്ങളിൽ ഭാരപ്പെട്ട് കിടക്കുന്നതും അനേക പ്രയാസങ്ങളായിരിക്കുന്നവരൊക്കെ തേടി വരുവാനായിട്ടിടയായിത്തീരും. അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ ആമീൻ പേര് പറഞ്ഞ് സ്ഥലം പറഞ്ഞ് അടയാളം പറഞ്ഞ് അയക്കുവാനിടയായിത്തീരും. വിശ്വാസത്താൽ ഇന്ന് പലരും ഏറ്റെടുക്കാൻ തയ്യാറാണോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ദി ലോർഡ് ജീസസ്. നമുക്കറിയാം നമ്മുടെ ഇടയിൽ പോലും മാറാരോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പകർച്ചവ്യാധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ സ്തോത്രം വിളിച്ചു പറയും ഭയങ്കര വെയില ചൂടായിരുന്നു. മഴ പെയ്തപ്പം ഇപ്പം ആമീൻ സ്തോത്രം മഞ്ഞപ്പിത്തവും പലവിധ രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അഭിഷേകമുള്ള ചിലത് എഴുന്നേക്കട്ടെ. ഇതിനകത്തു നിന്ന് രോഗശാന്തിക്ക് വേണ്ടി നിൽക്കാനായിട്ട് ഇന്ന് ആളുകൾ കുറവാണ്. സ്തോത്രം. സ്തോത്രം. 28 വർഷമായിട്ട് മെഡിസിൻ ഉപയോഗിക്കാൻ അറിയാവോ? ആമീൻ ഉറപ്പുള്ളത് കൊണ്ടാണ്, വിശ്വാസമുള്ളത് കൊണ്ടാണ്. സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ആമീൻ വിശുദ്ധ പകൽക്കാലം ആമീൻ സ്തോത്രം ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആമീൻ വിശ്വാസം വർദ്ധിപ്പാനും ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന പകലായിട്ട് മാറും. സ്തോത്രം. ഹൃദയം കൊണ്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പം ആമീൻ സ്തോത്രം വിശ്വാസത്തോടെ നിങ്ങൾ കരം വെക്കുമ്പം ആമീൻ രോഗികൾ സൗഖ്യമാകും. ഭൂതങ്ങൾ അലറിയോടും. ആമീൻ കുരുടൻ കാണും, ചെകിടൻ കേൾക്കും, മുടന്തൻ നടക്കും, കുഷ്ഠരോഗികൾ സൗഖ്യമാകും. വിശ്വാസമുണ്ടോ? സ്തോത്രം. പ്രാർത്ഥിച്ചേറ്റെടുത്തു. സ്തോത്രം. ആത്മാവിൽ അന്യഭാഷകളിൽ ആമീൻ എന്നോടുള്ള ദൂതാണെങ്കിൽ ഏറ്റെടുത്തു. സ്തോത്രം. വെറുതെ പറയുന്നതല്ല. സ്തോത്രം. ഇന്ന് പകലില് കർത്താവ് ചിലതിനെ തൊടാൻ പോവുക. കർത്താവ് ചിലതിനെ തൊട്ടെഴുന്നേൽപ്പിക്കാൻ പോവുക. ആമീൻ സ്തോത്രം. ശക്തമേറിയ ആമീൻ സ്തോത്രം. ആമീൻ ഇന്ന് ആവശ്യമുള്ള ഈ നൂറ്റാണ്ടിലും ആവശ്യമുള്ളത് ആമീൻ സ്തോത്രം. ആമീൻ വെറുതെ നമ്മൾ ആമീൻ സ്തോത്രം ഒരു പ്രസംഗിച്ചതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. സ്തോത്രം.
ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആൾ വരും, സ്തോത്രം. ആത്മാക്കൾ വരും, ഇതിനകത്തൊരു ദൈവപ്രവൃത്തി കാണട്ടെ. ഓരോരുത്തരും ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്തോത്ര പാസ്റ്റല്ല പ്രസവിക്കേണ്ടത്, സ്തോത്രം. ആടുകളാണ് പ്രസവിക്കുന്നത്. ഓരോരുത്തരും പോയി സ്തോത്രം പ്രാർത്ഥിക്കാൻ ആളുകളെ കണ്ടെത്തി, അവരുടെ വിഷയങ്ങളെ കണ്ടെത്തി, അവരുടെ ഭാരങ്ങൾ അറിഞ്ഞ് അവരുമായിട്ട് സുവിശേഷം പറഞ്ഞ എത്ര പേരുണ്ട്, സ്തോത്രം. ഒരു ദിവസം ഒരാളോടെങ്കിൽ സുവിശേഷം പറഞ്ഞവർ എത്ര പേരുണ്ട്? കൈവക്കാരെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളെ അവഹേളിച്ചെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട, സ്തോത്രം. ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയാനായിട്ട് സ്തോത്രം അകത്ത് പ്രേരണയുള്ള, അകത്ത് ആത്മാവിൻ്റെ തീഷ്ണതയുള്ള എത്ര പേരുണ്ട്? ഒരു ദിവസം ഒരാളോടെങ്കിലും എനിക്ക് യേശുവിനെ കുറിച്ചൊന്ന് പറയണം, ആരായാലും, സ്തോത്രം. ഒന്ന് പറഞ്ഞു നോക്കി, അന്നേരം അറിയാം. യേശുവിനൊന്ന് പരിചയപ്പെടുത്തി നോക്ക്, ഇഷ്ടം പോലെ വിഷയങ്ങൾ വരും. എൻ്റെ ഭാരം ഇന്നതാന്ന് പറഞ്ഞ് അനേകരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങളോട് പറയും, സ്തോത്രം. സുവിശേഷം പറഞ്ഞെങ്കിലും പറ്റുള്ളൂ. സുവിശേഷം പറയാതെ ആരും പറയത്തില്ല. യേശുവിനെ ഉയർത്താതെ ആരും പറയത്തില്ല. യേശുവിനെ എവിടെയൊക്കെ ഉയർത്തുന്നുവോ അവിടെയൊക്കെ സ്തോത്രം നിങ്ങളെ ദൈവം ഉയർത്തും. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യണം? പറയണം, സ്തോത്രം. ഞങ്ങളുടെ ദൈവദാസനുണ്ട്, വന്ന് പ്രാർത്ഥിക്കാൻ പറയണം, വരും, സ്തോത്രം. എൻ്റെ വിശ്വാസി സ്തോത്രം ഒരു കുടുംബത്തോട് സുവിശേഷം പറഞ്ഞു, സ്തോത്രം. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോള്, അവള് കുറെ നാളുകളായിട്ടൊക്കെ ഭയങ്കരമായിരിക്കുന്ന പ്രയാസങ്ങളാണ്. ഇങ്ങനെ കറങ്ങുന്ന ഫാനില് ചാടിപ്പിടിച്ച് തൂങ്ങിക്കിടക്കും, സ്തോത്രം. സ്തോത്രം. ആളുകളെ ഉപദ്രവിക്കും. രാത്രി കാലങ്ങൾ എഴുന്നേറ്റിട്ട് അവിടെ അമ്മയെ ഒഴിച്ചു വേറെ ആരെ കണ്ടാലും കൊല്ലാൻ ശ്രമിക്കും, കൊങ്ങായിക്ക് പിടിച്ച് കൊല്ലാൻ ശ്രമിക്കും, സ്തോത്രം. ഒത്തിരി സ്ഥലത്ത് കൊണ്ടുപോയി, സ്തോത്രം. പക്ഷെ പ്രാർത്ഥിച്ചിട്ടെങ്കിൽ ഒരു മാറ്റമില്ല. അവസാനം എൻ്റെ ചർച്ചയിൽ വരുന്നൊരു ഒരു സഹോദരൻ ഒരു വിവാഹത്തിന് വെച്ച് കണ്ടു, സ്തോത്രം. ഒരു സുവിശേഷം പറയുന്നവരാണ്. വെറുതെ പരിചയപ്പെട്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന്, സ്തോത്രം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ദൈവാത്മ ഇങ്ങനെ പറഞ്ഞു, ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, സ്തോത്രം. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എന്നോട് പറയുന്നതുകൊണ്ട് സ്തോത്രം പ്രാർത്ഥിച്ചോട്ടെ ചോദിച്ചു. പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു, സ്തോത്രം. അപ്പോഴാണ് അവർ പറയുന്നത്, ഇങ്ങനെ പല സ്ഥലത്ത് കൊണ്ടുപോയി, അവർ ബാപ്റ്റിസ്റ്റ് വിശ്വാസികളാണ്, സ്തോത്രം. ആത്മാവിൻ്റെ നിയോഗമില്ല, സത്യവചനം അറിയത്തില്ല, പലതും അറിയത്തില്ല അവർക്ക്, സ്തോത്രം. പല സ്ഥലങ്ങളിൽ പോയി, മന്ത്രവാദിയുടെ വരെ പോയി, സ്തോത്രം. അവസാന ചർച്ചിൽ കൊണ്ടുവന്നു, സ്തോത്രം. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി, സ്തോത്രം, സ്തോത്രം. പഠിച്ചാലൊന്നും അവിടെ തലയിലിരിക്കത്തില്ലായിരുന്നു, ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു. വട്ടപൂജ്യമായിരുന്നു എല്ലാ പരീക്ഷയ്ക്കും, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവളെ സൗഖ്യമാക്കി, സ്തോത്രം. ചില ആഴ്ചകൾ ആരാധനയ്ക്ക് വന്നു, സ്തോത്രം. ഇവ കുടുംബമായിട്ട് സ്നാനപ്പെട്ട് ഞങ്ങളുടെ സഭയിലെ അംഗമാണ്, സ്തോത്രം. കർത്താവളെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ഇന്ന് അവൾ പഠിക്കുന്ന ക്ലാസ്സിൽ ഏറ്റവും ഒന്നാമത്തെ മാർക്ക് അവൾക്കാണ്, സ്തോത്രം. അവിടെ ആഗ്രഹം IAS ആകണമെന്നാണ്, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വലിയ സാമ്പത്തികമൊന്നുമില്ല, വളരെ വളരെ ദരിദ്ര കുടുംബമാണ്. പക്ഷേ അവിടെ ആഗ്രഹം അതാണ്. പക്ഷേ സ്തോത്രം കഴിഞ്ഞ പ്രാവശ്യത്തെ സ്തോത്രം പരീക്ഷയിൽ സ്തോത്രം ഏറ്റവും ഫസ്റ്റ് സ്തോത്രം മാർക്കോട് കൂടി അവൾ പാസ്സാകുവാനിട്ടിടയായി തീർന്നു, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ കുടുംബം ദൈവസന്നിധി വന്നത് വിശ്വാസികളുടെ ഒരൊറ്റ വാക്കാണ്, ഒരൊറ്റ സുവിശേഷം പറയാനായിട്ട് മനസ്സ് കാണിച്ചാണ്. ഇങ്ങനെ ഇവിടെ ഓരോരുത്തരുടെ മേലും ദൈവ അഭിഷേകം തന്നിട്ടുണ്ട്, സ്തോത്രം. നിങ്ങളെ ഓരോരുത്തരെയും ദൈവ അഭിഷേകത്തെ നിറച്ചിട്ടുണ്ട്, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിൽ, യെരൂശലേമിൽ, ശമര്യയിൽ, ലോകത്തിൻ്റെ അറ്റം വരെ പോയി എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്, ഓരോരുത്തരുടെ മേലുണ്ട്. വിശ്വാസത്തോടെ ഏറ്റെടുത്തു, വിശ്വാസത്തോടെ ഇന്ന് പകൽ ഏറ്റെടുത്തു. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. സ്തോത്രം. നിങ്ങളിലൂടെ അനേകര് ദൈവസന്നിധിയിൽ വരും, സ്തോത്രം. അവിടെ ചെല്ലുമ്പം ഇവിടെ കാറ് കിട്ടിയെന്നോ ബംഗ്ലാവ് കിട്ടിയെന്നും പറഞ്ഞ പ്രയോജനമൊന്നുമില്ല, സ്തോത്രം. അവിടെ ചോദിക്കും, നിനക്ക് സ്തോത്രം കിരീടം തരാനായിട്ട് എത്ര ആത്മാക്കളെ നേടി, സ്തോത്രം. എത്ര പേരെ നേടിയിട്ടുണ്ടെന്ന് ചോദിക്കുന്നത്, സ്തോത്രം, അല്ലേ? അനേകര് കറ്റകളുമായിട്ട് വരുമ്പം ഒരു കതിരെങ്കിലും വേണ്ട നമ്മുടെ കയ്യിൽ, സ്തോത്രം. കർത്താവേ സ്തോത്രം.
ആ കിരീടം പ്രാപിപ്പാൻ, ആമീൻ, ഒരു കതിരെങ്കിലും പ്രാപിക്കാനായിട്ട്, ഒരു ആത്മാക്കളെങ്കിലും നേടി എന്ന് പറയാനായിട്ടുള്ള, ആമീൻ, സ്തോത്രം, ആ ഒരു അനുഭവം പ്രാപിച്ചില്ലെങ്കിൽ ആമീൻ നമ്മുടെ വിശ്വാസം വെറുതെയാവും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനേകരെ ശിഷ്യരാക്കാൻ വേണ്ടി അവളെ തെരഞ്ഞെടുത്തത്. അവൻ ഒരു അർഹതയുമില്ലാഞ്ഞിട്ടും നമ്മളെക്കാളും മിടുക്കന്മാരും യോഗ്യതയുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരും പണമുള്ളവരും ഒക്കെ ഉണ്ടായിട്ടും അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അവൻ ദൈവം എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുദ്ധിയുള്ളവനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ബുദ്ധിയില്ലാത്ത നമ്മളെ തെരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയാമോ? ദൈവഹിതം നിറവേറ്റുന്നുള്ള വിശ്വാസത്തോടെയാ. സ്തോത്രം. അനേകരെ നേടും, അനേകരെ ആദായപ്പെടുത്തും. യേശുവിൻ്റെ നാമം ലോകമെമ്പാടും ഉയർത്തപ്പെടും. ലോകത്തിൻ്റെ അറ്റം വരെ പോയി എൻ്റെ സാക്ഷിയാകുമെന്നുള്ള വിശ്വാസത്തോടെയാണ് അമ്മ നമ്മെ പേർ ചൊല്ലി വിളിച്ചത്. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയില്ലെങ്കിൽ ദൈവം വേദനിക്കും. സ്തോത്രം അല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ലെന്നാ ദൈവത്തിൻ്റെ വിലാപം. സ്തോത്രം. ഇതുപോലെ സ്ഥിതിക്ക് ഒരു മാറ്റം വരണം. സ്തോത്രം. ഇന്ന് പകൽ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം പ്രാപിച്ചു വേണം ഇവിടുന്ന് പോകുവാനായിട്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവം പറയാറിയോ? സ്തോത്രം. 1000 10,000 ഞാൻ നിന്റെ മേൽ പകരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 10,000 ഒരു അംശം പോലും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇത്ര നാളായിട്ട് 10,000 ഒരു അംശം പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി 999 അംശം കടക്കുവാണ് കിട്ടാനായിട്ട്. സ്തോത്രം. ദൈവം തരാമെന്ന് പറഞ്ഞ് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ശ്രേഷ്ഠമേറിയത് തരാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുക. പക്ഷേ ഇതുവരെ അതിനുള്ള നമ്മൾ ആയിട്ടില്ല. സ്തോത്രം. നമുക്ക് 1000 കിട്ടണം. ദൈവം തരാമെന്ന് പറഞ്ഞ മുഴുവനും സ്തോത്രം കൃപകളും വരങ്ങളും ദൈവശക്തിയും നമ്മുടെ പകരണം. ഇന്ന് പകൽ പോര കർത്താവേ, ഇത് പോര കർത്താവേ. സ്തോത്രം. എനിക്ക് ഇതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നില്ല, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിപ്പാനായിട്ട് എത്ര പേര് തയ്യാറാകും? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, എൻ്റെ ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല. സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ കരം സ്തോത്രം കുറുതായിട്ടില്ല. സ്തോത്രം. ഇപ്പോഴും അവൻ തരുവാനായിട്ട് അവൻ്റെ കരം തുറന്നു പിടിച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടി തരുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് ദൈവത്തിൻ്റെ കരം തുറന്നിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊന്ന് പ്രാപിക്കുവാനായിട്ട് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. ഒരു നിമിഷം കൂടെ നമുക്കത് എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഓരോ ശുശ്രൂഷകളിലും, ഞങ്ങളുടെ ഓരോ മീറ്റിങ്ങുകളിലും സ്തോത്രം, ആത്മസ്നാനങ്ങൾ നടക്കണം കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ ഓരോ മീറ്റിങ്ങിലും ആത്മസ്നാനം നടക്കണം കർത്താവേ. അതിനുള്ളൊരു അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ഇതിനകത്ത് കടന്നു വരുന്ന ഓരോ വ്യക്തികളും പാപബോധത്താൽ നിറയപ്പെടണം കർത്താവേ. സ്തോത്രം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുവാനായിട്ട് സ്വന്തം പാപബോധത്താൽ നിറയുന്ന അനുഭവം ഞങ്ങളുടെ ആരാധനയിൽ വെളിപ്പെടണം കർത്താവേ. സ്തോത്ര ആരാധനയ്ക്കകത്ത് ഏറ്റുപറച്ചിലിൻ്റെ അനുഭവങ്ങൾ വെളിപ്പെടണം കർത്താവേ. രോഗികൾ സ്തോത്രം സൗഖ്യമാക്കുന്ന മീറ്റിങ്ങുകളാക്കി ഞങ്ങളുടെ ഓരോ ശുശ്രൂഷകളും മാറണം കർത്താവേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആഗ്രഹിക്കുന്നെങ്കിൽ സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇതൊരു ചെറിയ കാര്യമല്ല. സ്തോത്രം. സ്തോത്രം. നടക്കുമോ, ഇത് നടക്കുന്ന കാര്യമാണോ എന്ന് ആരും ചിന്തിക്കേണ്ട. സ്തോത്രം. ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പം വേദപുസ്തകത്തെക്കുറിച്ച് ഒരു അറിവില്ലായിരുന്നു. യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്നേ ഉള്ളൂ. പക്ഷെ ബൈബിൾ അറിയത്തില്ലായിരുന്നു. സ്തോത്രം. യേശുവിനെ അറിയാം, എല്ലാവരും അറിയുന്നത് പോലെ യേശുവിനെ അറിയാം. യേശു ക്രിസ്ത്യാനിയുടെ ദൈവമാണെന്ന് എനിക്കറിയാം. സ്തോത്രം. അതിനപ്പുറമായിട്ട് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ചെറുപ്രായത്തിലൊക്കെ ആത്മീകമായിട്ട് പള്ളിയിൽ പോകുമായിരുന്നു എന്നല്ലാതെ അതിനപ്പുറമായിട്ടുള്ള ഒരു ആത്മീക കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ടില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ യേശുവിനെ കാണാനൊരു അവസരം ഒരുക്കി. എൻ്റെ ഭാര്യയുടെ രോഗത്തോടുള്ള ബന്ധത്തിൽ ഇതുപോലൊരു മീറ്റിങ്ങിൻ്റെ പുറകിൽ പോയി നാണത്തോടെ ലജ്ജയോടെ ആ മീറ്റിങ്ങിന് ഇരുന്നപ്പം ദൈവം എന്നോട് സംസാരിച്ചു. സ്തോത്രം. എന്നോട് ദൈവം പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ
നിന്റെ പേര് വിളിച്ച്, മകനെ നിന്നോട് ദൈവം സംസാരിക്കുന്നു, ദൈവം നിന്നോട് ഇടപെടുന്നു. നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ എന്നെ സ്നേഹിക്കുമെങ്കിൽ, എന്നെ സേവിക്കുമെങ്കിൽ നീ ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയാം, എനിക്ക് ചോദിക്കുന്നതൊക്കെ ഇപ്പോഴും തന്നോണ്ടിരിക്കുന്ന ദൈവം. ഒരു മനുഷ്യൻ്റെ മുമ്പ് കൈതീട്ടിട്ടില്ല, ഒരു മനുഷ്യനിലും ആശ്രയിച്ചിട്ടില്ല. ഏതാവശ്യം വന്നാലും മുട്ടുമടക്കും, പ്രാർത്ഥിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നുകൊണ്ടിരിക്കും. ഇന്നുവരെ ചോദിക്കുന്നത് നിനക്കുന്നതിലും അത്യന്തം ഫലമായിട്ട് തന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അനേക സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയുടെ അനേക സംസ്ഥാനങ്ങൾ ദൈവം എന്നെ അയച്ചു. ഭാഷ അറിയാമെങ്കിലും അനേക സ്ഥലങ്ങൾ ദൈവം എന്നെ അയച്ചു. സ്തോത്രം. ഹിന്ദി അറിയാൻ മേലത്തടുത്ത് അവിടെ ദൈവം എന്നെ അയച്ച് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിട്ടുണ്ട്. സ്തോത്രം. നിങ്ങളുടെ മധ്യത്തിൽ നിൽപ്പാനായിട്ട് ദൈവം എനിക്ക് സ്തോത്രം അവസരം തന്നിട്ടുണ്ട്. കണ്ണ് കാണാൻ മേലത്ത് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സുഷയിൽ. കാത് കേൾക്കാത്തവർ കേൾക്കുന്നത് ഞാൻ സ്വന്തം കണ്ടിട്ടുണ്ട്. നടക്കാത്തവർ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാറാ രോഗങ്ങൾ സൗഖ്യമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ചർച്ചിൽ തന്നെ ക്യാൻസർ രോഗികൾ സൗഖ്യമായവരുണ്ട്. സ്തോത്രം. എന്നോട് കൂടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാര് ക്യാൻസർ വന്ന് മെഡിക്കൽ കോളേജ് സ്വതന്ത്രം കൈവിട്ട് ഉപേക്ഷിച്ച് കൊണ്ടുവെക്കോ, ഇത്ര ദിവസത്തേക്ക് ആൾ മരിച്ചു പോകും, ഇനി ഒരു ചികിത്സയില്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ട് സ്വതന്ത്ര കിടക്കൈ കിടന്ന മനുഷ്യൻ ഇന്ന് സ്വതന്ത്ര അനേക വർഷങ്ങളായി കർത്താവിനെ വിടുവിച്ച് എന്നോട് കൂടെ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മരിച്ചവർ ഉയർക്കുന്നത് മാത്രം കണ്ടിട്ടില്ല. സോ അതിന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് ഇഷ്ടമാണ്, ചുമ്മാ പറ്റുകയല്ല. ദൈവം അങ്ങനെ പറഞ്ഞു, യേശുവിന് ഇഷ്ടമാണെങ്കിൽ, പിതാവ് ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട് പുത്രൻ അനേകരെ ഉയർപ്പിച്ചു, പുത്രൻ തമ്പുരാൻ ഇഷ്ടമായതുകൊണ്ട് ശിഷ്യന്മാർ പലരെ ഉയർപ്പിച്ചു. യേശുവിന് ഇഷ്ടമാണെങ്കിൽ അതിനും കഴിയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വിശ്വാസി ഒന്നും പ്രാർത്ഥിക്കുക, ഒന്നും അറിയത്തില്ല, വചനം അറിയത്തില്ല. സ്തോത്രം. ആദ്യമൊക്കെ സാക്ഷ്യം പറയുമായിരുന്നു. പോകുന്നിടത്തൊക്കെ എൻ്റെ സാക്ഷ്യം പറഞ്ഞ്, എൻ്റെ സാക്ഷ്യം കേട്ട് അനേകര് യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകല് നിങ്ങളോട് ദൈവാത്മാ പറയുക. സ്തോത്രം. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുന്നത് അല്ലാതെ വെറുതെ വിളിച്ചു പറയല്ല. സ്തോത്രം. ദൈവത്തിന് ചിലരെ സ്തോത്രം സ്തോത്രം വിശ്വാസം വർദ്ധിപ്പിച്ച്, അഭിഷേകം വർദ്ധിപ്പിച്ച് ദൈവത്തിന്റെ കരങ്ങളിലെ മൂർച്ചയേറിയ ആയുധമാക്കി ഉപയോഗിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. ഈ പാപഭംഗിലമായിരിക്കുന്ന ഈ ജഗത്തില് നിങ്ങളെ അയച്ചത് എന്തിനാണെന്നറിയാമോ? ഈ പാപത്തോട് കൂട്ടുകൂടാനല്ല. ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. വീട്ടുകാരറിയത്തില്ല, നാട്ടുകാരറിയത്തില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. സ്തോത്രം. അല്ലേ? ഏത് വേണമെങ്കിലും ആകാം. പക്ഷെ ഇല്ല. സ്തോത്രം. ഇന്ന് പകലില് ഇവിടേക്ക് ദൈവം അയച്ചതിന് ഒരു ലക്ഷ്യമുണ്ട്. സ്തോത്രം. വിശ്വസിച്ചോ? എന്നെ കാനഡയിലേക്ക് ദൈവം അയച്ചിവിടെ ആക്കി വച്ചിരിക്കുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അത് ഞാൻ നിവർത്തിപ്പാൻ തയ്യാറാ. കർത്താവേ, അഭിഷേകം എന്റെ മേൽ പകരണമേ, ആത്മാവിന്റെ ശക്തി എന്റെ മേൽ പകരണമേ. ഇന്ന് പകലില് ഒന്നും പ്രാപിച്ചിട്ടില്ല കർത്താവേ. ഇത്രയും നാളായിട്ടും ഒന്നും പ്രാപിക്കേണ്ടതുപോലെ പ്രാപിപ്പാനിടയായില്ല. 1000 പോലും പ്രാപിച്ചിട്ടില്ല. ഇന്ന് പകലില് മുഴുവനായി എന്നെ ഒന്ന് നിറയ്ക്കണമെന്ന് ആത്മാർത്ഥമായെന്ന് പ്രാർത്ഥിപ്പാൻ ഒരു നിമിഷം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. വിശ്വസിച്ചാല് ഇന്ന് പകൽ രോഗികൾ സൗഖ്യമാകും. സ്തോത്രം. യേശു കർത്താവിൻ നാമത്തില്, the mighty name of Jesus, ഉച്ച മുതലുള്ള കാൽ വരെ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ, ദൈവകൃപ വ്യാപരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഉച്ച മുതൽ വ്യാപരിച്ചിറങ്ങുമ്പോൾ തന്നെ എല്ലാ രോഗബന്ധനങ്ങള്, എല്ലാ രോഗാത്മാവ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ അഴിഞ്ഞും മാറുക കൽപ്പിക്കുകയാണ്. സൗഖ്യമാകുവാൻ. Yes, be healed in the name of Jesus. സൗഖ്യമാക്കിയനായി, വിടുവിച്ചനായി സ്തോത്രം. താവേ, ഭാരത്തോടെ ആയിരിക്കുന്നവരെ ഇന്ന് പകൽ അവിടുന്ന് തൊട്ട് ഉണർത്തണമേ. എല്ലാ ഭാരങ്ങളും അങ്ങേറ്റെടുക്കണമേ. എല്ലാ ഭാരങ്ങളും അങ്ങനെ മേലെ ഇറക്കി വെക്കുന്നു കർത്താവേ. ഒന്ന് സ്വതന്ത്രമാക്കണമേ, ഒന്ന് റിലീസ് ചെയ്യണേ. ഏത് വിഷയത്തിന്റെ മേലെ ഭാരത്തോടെ ആയിരിക്കുന്നുവോ ഒരു സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. ക്രിസ്തു യേശു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്താനാണ് വന്നത്. ആ സ്വാതന്ത്ര്യം ഒന്ന് ഏറ്റെടുക്കുവാൻ കർത്താവേ കൃപ ചെയ്യണമേ. ഹല്ലേലൂയ. വിദ്യാഭ്യാസ മേഖലകളായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു.
കർത്താവെ PR-നായിട്ട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ. ആമേൻ. ജോലിക്കായി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ. നല്ലൊരു ഭാവിക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ കർത്താവെ. ആമേൻ. ഇവിടുത്തെ നിലനിൽപ്പിനായി പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ കർത്താവെ. അവരെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആമേൻ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ശ്രദ്ധയോടുകൂടെ ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരുമിച്ച് ഏകമനസ്സോടെ 4 പേരുടെ വിശ്വാസം. ഒരാൾ പറയുക എനിക്ക് ചുമക്കാൻ പറ്റുക എന്ന് പറഞ്ഞ കുഴഞ്ഞേനെ. അപ്പം എനിക്കിത് ചുമന്നുകൊണ്ട് ആ മല കയറാൻ പറ്റുകയില്ല, എനിക്ക് അത്രയും വരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ ഒരാൾ വിട്ടിരുന്നെങ്കിൽ ആ കട്ടിൽ കൊണ്ട് പോകാൻ പറ്റുകയില്ലായിരുന്നു. ഒരാൾ പറയുകയാണ് ഇത് വേണ്ട, എന്തിനും നമ്മൾ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത്, അയാൾ അവിടെ കിടക്കട്ടെ, നമ്മളെന്തിനാ ഇത് ചുമന്നു, നമ്മുടെ കാര്യത്തിന് പോകാം, നമുക്ക് പോയി യേശുവിനെ കണ്ട് നമ്മുടെ കാര്യം സാധിച്ചു മടങ്ങി വരാം, അങ്ങനെ അവിടെ കിടക്കട്ടെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിലോ? പക്ഷെ 4 പേരും ഒറ്റ അഭിപ്രായമായിരുന്നു, ഒരേ അഭിപ്രായം. ഒരേ ഒറ്റ കാര്യം ഒരാൾ പറഞ്ഞാൽ 4 പേര് ഒരുമിച്ച് ഏറ്റെടുത്തുകൊണ്ട് ആ മനുഷ്യനെ കൊണ്ടുപോയതുകൊണ്ട് റിസൾട്ട് ഉണ്ടായി. ഇന്ന് പകലില് നാം ഒരുമിച്ച് ഏകമനസ്സോടെ, സഭ ഏകമനസ്സോടെ, ഏകവിശ്വാസത്തോടെ ഇന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനും ഒന്നുപോലും ദൈവം മാറ്റിവെക്കത്തില്ല, ഒന്നിനു പോലും മറുപടി ഇല്ലായിരിക്കുകയില്ല. സകല വിഷയത്തിനും ഇന്ന് പകലൊരു മറുപടി ഉണ്ട്. ദൈവത്തിന്റെ ദാസൻ ആ പ്രാരംഭത്തെ ഓർപ്പിച്ചല്ലോ. പരിശുദ്ധാത്മാവ് പ്രാരംഭമായിട്ട് പറഞ്ഞല്ലോ. സക്കറിയാവിനോട് ദൂതം വന്ന് പറയുക, നിനക്ക് ഒരു മകനെ തരാൻ പോകുക. വിശ്വസിച്ചില്ല, ദൂതം പറഞ്ഞിട്ട് പോലും വിശ്വസിച്ചില്ല. അതുകൊണ്ട് കാണുന്നത് വരെ സംസാരിക്കാൻ പറ്റിയില്ല. Praise the Lord. Hallelujah. Hallelujah. അവിശ്വസിക്കണ്ട. ഇന്ന് പകലേറ്റെടുത്തോ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം.